ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയെ നമ്മുടെ കൃപ ക്രിസ്ത്യന്റെ റൂമിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഇനി വരുന്നത് ഒഫീഷ്യലായി ഏട്ടന്റെ ഭാര്യയായിട്ടല്ലേ. അപ്പോൾ ഒന്നുകൂടെ കണ്ടോട്ടെ എന്ന് കരുതി ഞാൻ കൊണ്ടുവന്നതാ. ഇനി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കല്യാണം നടത്തണം. കൃപ പറഞ്ഞതെല്ലാം കേട്ട് കൺമണി ചിരിക്കുന്നുണ്ട്. അതോടൊപ്പം കൺമണി ചോദിക്കുന്നുണ്ട് കൃപയോട്. അത് പിന്നെ ബലരാമൻ അദ്ദേഹത്തെ മൂത്ത മകനായിട്ട് ഏതാണ്ട് അംഗീകരിച്ചു. മൂത്ത മകൻ നിൽക്കുമ്പോൾ ഇളയ മകന്റെ കല്യാണം അതെല്ലാവരും അംഗീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അയാളെ ഏട്ടനായിട്ട് അംഗീകരിക്കാൻ പൂർണ്ണമായിട്ടും മനസ്സ് വന്നിട്ടില്ല കൺമണി. എന്നാൽ കൃപ അത് പറയുമ്പോൾ കൺമണി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതിലൊന്നും ഒരു കാര്യവുമില്ല കൃപ. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. കൃപ അതൊന്നും വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. കൺമണിയോടൊന്നും മിണ്ടാതിരിക്കാമെന്ന് പറയുന്നുണ്ട്. ഈ കല്യാണം എങ്ങനെയാണ് നടത്തേണ്ടതെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അതിനിടയിൽ ഓരോ ചോദ്യങ്ങളുമായിട്ട് ഇങ്ങോട്ട് വന്നേക്കല്ലേ, ഒരൊറ്റ ഇടി വെച്ച് കഴിഞ്ഞ്. കൃപ ഇങ്ങനെയെല്ലാം പറയുന്നത് കേട്ടുകൊണ്ടാണ് കൃഷി വരുന്നത്. കൃഷി വന്നപ്പോൾ തന്നെ കൃപയുടെ ചെവിയിൽ നുള്ളുന്നുണ്ട്, നീ എന്റെ ഭാര്യയെ ഇടിക്കുകയോ? എങ്കിൽ പിന്നെ അതൊന്ന് കാണണമല്ലോ. ഇവൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല, അതിന്റെ അഹങ്കാരമാണ്. കൃപ ഇപ്പൊ പറയുന്നുണ്ട് കൃഷ്ണനോട്, ആണോ എങ്കിലേ ഞാനും ഇറക്കും ഒരു ചെങ്കീരിയെ. മാനസ എന്നുള്ള പേര് കേൾക്കുന്നതേ കൃഷ്ണന് കലിപ്പാണ്. അതുകൊണ്ട് കൃപയോട് പറയുന്നുണ്ട്, നീ ആ പേര് പറഞ്ഞ് ഇന്നത്തെ ദിവസത്തിന്റെ മൂടേ കളയല്ലേ. ശേഷം കൃപയെ അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അമ്മ വിളിക്കുന്നുണ്ടെന്നൊരു കള്ളമൊക്കെ പറഞ്ഞു വിടാനൊക്കെ നോക്കുന്നുണ്ട്. കൃപ അത് വിശ്വസിച്ച് പോകുന്നുകൊണ്ട് കൺമണിയെ ഒറ്റയ്ക്ക് കിട്ടിയതിന്റെ ആവേശമാണ് കൃഷ്ണന് പിന്നീട്. എന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട്, കൃപയെ അമ്മ വിളിച്ചൊന്നുമില്ല, അവളെ ഇവിടെ നിന്ന് മാറ്റാൻ ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാ. എന്നാൽ അതെല്ലാം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് കൃപ അങ്ങോട്ടേക്ക് വരികയാണ് വീണ്ടും. എന്നെ ഒഴിവാക്കാൻ വേണ്ടി ഓരോ നമ്പർ ഇറക്കുമായിരുന്നല്ലേ. മനസ്സിലായി. കാര്യം കഴിഞ്ഞപ്പോ ഞാൻ വെറും കറിവേപ്പില. കൃപയുടെ മുമ്പിൽ ചമ്മുന്നുണ്ട്, എന്തൊക്കെയോ പറഞ്ഞ് ഉരുണ്ട് കളിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കൃപ ക്യാരിയൻ. പിന്നെ അച്ഛനും അമ്മയും അപ്പുറത്തുണ്ട്, ആ ഓർമ്മ വേണം എന്നുകൂടെ പറഞ്ഞിട്ടാണ് പോകുന്നത്. കൃപ പോയതും കൺമണിയാണെങ്കിലും കൃഷ്ണനോട് ആകെ മോശമായി എന്നിങ്ങനെ പറഞ്ഞ് പരിഭവിക്കുമ്പോൾ, എന്ത് മോശം? ഇന്നെന്നെ സമാധാനിപ്പിച്ച് താങ്ങി നിർത്തിയതേ നീയാ. അതിനെത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നീ കൂടെ ഉണ്ടെങ്കിലേ ഞാൻ ഒരിക്കലും തളരില്ല. അപ്പൊ കൺമണി പറയുന്നുണ്ട്, എന്നും എപ്പോഴും ഞാൻ സാറിന്റെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷെ സത്യങ്ങളെ ചേർത്ത് നിർത്താൻ സാറും ശ്രമിക്കണം. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും വിധിയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ബലരാമന്റെ കാര്യത്തെക്കുറിച്ചാണോ എന്ന് കൃഷി ചോദിക്കുന്നുണ്ട്. കൺമണി അത് ശരിവെച്ചുകൊണ്ട്, അതെ, ഇതുവരെ ബലരാമൻ ഒറ്റയ്ക്കായി പോയ ആളാ. അയാളുടെ മനസ്സ് കാണാതിരിക്കരുത്. വലിയ മനസ്സുള്ള ആളാണ് കൃഷി സാറ്, അത് ഓർമ്മ വേണം. കൃഷി റൊമാൻറ്റിക് ആയിക്കൊണ്ട് പറയുന്നുണ്ട്, ഇപ്പൊ ഞാൻ പക്ഷെ ഒരാളുടെ മനസ്സ് മാത്രമേ കാണുന്നുള്ളൂ, എന്റെ കൺമണിയുടെ മനസ്സ്. ആ മനസ്സ് പറയുന്നതേ ഞാനിപ്പോ അനുസരിക്കും. കൺമണിക്ക് സന്തോഷമാവുന്നു. ഞാൻ പറയുന്നത് അനുസരിക്കുമല്ലോ എന്ന് തന്നെ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്. അനുസരിക്കാം, പക്ഷേ ഞാൻ പറയുന്നത് നീയും അനുസരിക്കണം എന്നൊരു കണ്ടീഷൻ വയ്ക്കുകയാണ് കൃഷും. എങ്ങനെയെന്ന് ചോദിച്ച് കൺമണി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയെന്നും പറഞ്ഞ് കൃഷി കൺമണിയുടെ മേലേക്ക് വീഴുകയാണ്. അവർ രണ്ടുപേരും ബെഡിലേക്ക് ചെന്ന് വീഴുന്നു. കൺമണിക്ക് അല്പം ദേഷ്യാവുന്നുണ്ട്. കൃഷ്ണനോട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു വിചാരം മാത്രമേ ഉള്ളൂ അല്ലേ. കൃഷി എന്നിട്ടും കൺമണിയെ കിസ് ചെയ്യാനൊക്കെ പോവുകയാണ്. കൺമണിയാകട്ടെ അതിനെല്ലാം ചേർത്ത് നിൽക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. കൃഷിന്റെ വായെല്ലാം പൊത്തിപ്പിടിക്കും. എന്നാൽ ഇവര് തമ്മിൽ ഇങ്ങനെ കിടക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് നമ്മുടെ കൃപ വീണ്ടും എത്തിയിരിക്കുകയാണ്. കൃപ വന്നിട്ട് പറയുന്നുണ്ട്, അത് ശരി, ഇത് ശരിയാവില്ല. എനിക്ക് അപ്പോഴേ തോന്നി ഇവിടെ അതിക്രമം എന്തെങ്കിലും നടക്കുമെന്ന്. കൃഷി ജാള്യതയോടെ എണീക്കുന്നുണ്ട് കൺമണിക്കൊപ്പം. എന്നിട്ട് കൃപയോട് പറയും, നാറ്റിക്കരുത് പ്ലീസ്. മാനസയെ പുകച്ച് പുറത്ത് ചാടിച്ചതേ മര്യാദയ്ക്ക് കല്യാണം കഴിച്ച് ജീവിക്കാനാ, അല്ലാതെ ഇതുപോലത്തെ കുൽസിത പ്രവർത്തനങ്ങൾക്കല്ല. നിങ്ങളെ ഇനി ഇവിടെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ല. അതുകൊണ്ട് വന്നേന്ന് പറഞ്ഞ് കൺമണിയുടെയും കൃഷിന്റെയും ചേവ് പിടിച്ചു തിരിച്ച് കൃപ റൂമിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് അവരെ. അതിനുശേഷം മാനസ ആന്റിയമ്മയെ വിളിക്കുന്നുണ്ട്, അവിടെ നടന്ന കാര്യങ്ങളൊക്കെ എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ആന്റിയമ്മ പറഞ്ഞു കൊടുക്കും, ബലരാമൻ വന്നു മോളെ. കെട്ടിപ്പിടുത്തവും കണ്ണീര് ഒഴുക്കല്, കണ്ണീര് തുടയ്ക്കല്, അയ്യോ എന്തൊക്കെ വേണമായിരുന്നു ഇവിടെ. മാനസ വീട്ടിൽ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ലാലിയുമായിട്ട് സംസാരിച്ചോ? ബലരാമൻ തന്നെയാണോ മകൻ? എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയോ? കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ബലരാമൻ തന്നെയാ സുജിയുടെ മൂത്ത മകൻ. ഇവിടെ ഏതാണ്ട് എല്ലാവരും തന്നെ അംഗീകരിക്കുകയും ചെയ്തു. കൃഷ്ണൻ കൃപയും എന്ത് പറയുന്നു എന്ന് മനസ്സ് ചോദിക്കുമ്പോൾ അവർക്കങ്ങനെ 100% ഒന്നും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. പക്ഷെ വൈകാതെ അവരും മൂത്ത ആളായിട്ട് തന്നെ അംഗീകരിക്കും. ഇത് കേട്ട ഉടനെ മാനസയും ബലരാമനെ എല്ലാവരും അംഗീകരിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ആന്റിയമ്മ ചോദിക്കുന്നുണ്ട്, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? മാനസ താനത് വെറുതെ പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആന്റിയമ്മയ്ക്ക് എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. ശേഷം മാനസ, ഈ ബലരാമൻ എങ്ങനെയുണ്ട്, നല്ല സ്വഭാവമൊക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നതും, നീ ആശുപത്രിയിൽ വെച്ച് കണ്ടിട്ടില്ലേ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് ആന്റിയമ്മ. ഇല്ല, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഏതായാലും ആന്റിയമ്മ അറിയിക്കുന്നുണ്ട്, ബലരാമന്റെ ക്യാരക്ടറൊന്നും എനിക്ക് പിടികിട്ടിയിട്ടില്ല. പക്ഷെ അടുത്തറിയുമ്പോഴല്ലേ എല്ലാവരുടെയും ക്യാരക്ടർ പിടികിട്ടും. പുള്ളി പാവമാണെന്ന് തന്നെ പറയുന്നുണ്ട് മാനസ. ആന്റിയമ്മയാണെങ്കിൽ വീണ്ടും അന്തം വിട്ടുകൊണ്ട്, അല്ല അത് നിനക്കെങ്ങനെ അറിയാം എന്ന് ചോദിക്കുമ്പോൾ,
താനങ്ങനെ പറഞ്ഞു പോയതിലെ അബദ്ധം അപ്പോഴാണ് മാനസിക്ക് പിടികിട്ടുന്നത്. എന്നിട്ട് കാര്യങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് പറയും, അത് പിന്നെ ഞാൻ എൻ്റെ ഒരു ഊഹം പറഞ്ഞതാ, അത്രേ ഉള്ളൂ എന്ന്. തുടർന്ന് ആന്റിയമ്മ മാനസയോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ കൺമണിയെയും കൃഷ്ണനെയും പറ്റി ഒന്നും ചോദിക്കാത്തത്? ബലരാമനെ കുറിച്ച് മാത്രം അറിയാൻ താല്പര്യമുള്ളതുപോലെ. ഏയ് ഞാൻ അതിലേക്ക് വരുമായിരുന്നു ആന്റിയമ്മേ. അല്ല അവരെ അംഗീകരിച്ചോ? ഇന്നത്തെ ദിവസം ബലരാമന്റെ വരവായിരുന്നു ഇവിടുത്തെ പ്രധാന ഐറ്റം. അതുകൊണ്ട് തന്നെയാകും ഇന്ന് തന്നെ അനിയൻകുട്ടൻ കൃഷ്ണനെയും കൺമണിയും കൂട്ടിക്കൊണ്ടു പോകുന്നത്. സുജാത അവരെ തടസ്സമൊന്നും പറയാതെ അകത്തേക്ക് കയറ്റിയോ എന്ന് ചോദിക്കുന്നുണ്ട് മാനസ. അപ്പൊ ആന്റിയമ്മ പറയും, ഞാൻ പറഞ്ഞില്ലേ മോളെ, സുജുവിന്റെ മനസ്സിൽ മുഴുവൻ ബലരാമന്റെ കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെയൊക്കെ ഒരു വെപ്രാളത്തിലായിരുന്നു സുജു. പിന്നെ ഞാൻ സുജുവിനെ ഒന്ന് കാണുന്നുണ്ട്. എല്ലാം അറിയുമ്പോഴേക്കും മാനസിയാണെങ്കിലും എന്തായാലും സാഗരങ്ങൾ അവരെ ഇത്രയും പെട്ടെന്ന് അംഗീകരിക്കുന്നത് ഞാനൊരിക്കലും കരുതിയില്ല ആന്റിയമ്മേ. എന്നാൽ ആന്റിയമ്മ പറയും, അവരംഗീകരിച്ചോട്ടെ മോളെ, പക്ഷെ ഞാനൊരിക്കലും അംഗീകരിക്കില്ല, നീയും അംഗീകരിക്കില്ല. നമ്മൾ ഒന്നിച്ചു നിന്നാലേ ബാക്കി ആരൊക്കെ എതിർത്ത് നിന്നാലും ഒരു പ്രശ്നവുമില്ല. മാനസയും അതേ നിലപാടിൽ തന്നെയാണ്. എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാൻ തന്നെയായിരിക്കും അവിടുത്തെ മരുമകൾ എന്നിങ്ങനെ വാശിക്ക് പറയുകയാണ്. ആന്റിയമ്മ ആ മാനസയുടെ ആത്മവിശ്വാസം കണ്ടിട്ട് ഇത്രയ്ക്ക് ആത്മവിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഉണ്ട് ആന്റിയമ്മേ, 100% ഉറപ്പാത്. അത്രയ്ക്ക് ഉറപ്പ് നിനക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. പറയാം, ഒക്കെ ഞാൻ വഴി അറിയിക്കാം. മാനസയുടെ മറുപടി കേട്ട് ആന്റിയമ്മയും എന്തോ മനസ്സിൽ കണ്ടുകൊണ്ട്, അങ്ങനെയാണെങ്കിലേ എനിക്കും ചിലതൊക്കെ പറയാനുണ്ട്, അതും വഴിയെ അറിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മാനസയുമായിട്ടുള്ള സംസാരം അവസാനിപ്പിക്കുന്നത്. പിന്നീട് രണ്ടുപേരും മാനസയും ആന്റിയമ്മയും ഒരേ ലക്ഷ്യത്തിനെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഗുണ്ടസുനിയുടെ അടുത്തേക്ക് 2-3 ഗുണ്ടകൾ കൂടെ അയാളുടെ സഹായത്തിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. വരുൺ എന്തായാലും സന്തോഷാവുന്നുണ്ട്. വരുൺ അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാഗത്ത് ഇപ്പൊ വേണ്ടത്ര ആളായല്ലോ, ഇനിയിപ്പോ കൺമണിയെ അവള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എത്രയും പെട്ടെന്ന് പൊക്കിക്കോണം. പിന്നെ ഈ വർക്ക് നിങ്ങൾ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്റെ പരിചയത്തിൽ വരുന്ന എല്ലാ കൊട്ടേഷനും നിങ്ങൾക്ക് തന്നെ ഞാൻ പിടിച്ചു തരും. വരുണിനോടൊന്നും മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട് സുനി. എന്റെ മുതലാളി, ഞങ്ങൾക്കറിയാം എന്ത് വേണോന്ന്. ഗുണ്ടസുനിയെ പേടിയുള്ള വരുണാകട്ടെ അയാളുടെ അടുത്ത് ചിരിച്ചുകൊണ്ട് ഭവ്യതയിൽ തന്നെയാണ് നിൽക്കുന്നത്. സംസാരമൊക്കെ ആ രീതിയിൽ തന്നെയാണ്. എന്തായാലും വരുണും ഗുണ്ടകളും തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്ന രംഗം വിശ്വേട്ടൻ കാണാൻ ഇടയാവുകയാണ്. എന്തോ വശപ്പിച്ച് കൊപ്പിക്കാനാണ് വരുണിന്റെ പരിപാടി എന്ന് വിശ്വേട്ടൻ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ വരുണിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇവിടെ എന്താ പരിപാടി എന്ന് ചോദിക്കുന്നതും വരുൺ വിശ്വനെയും തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളല്ലേ അന്ന് എന്നെ ലിവർ എടുത്ത് തല്ലാൻ വന്നത്? വിശ്വനാണെങ്കിൽ നിന്ന് ചിരിക്കുന്നുണ്ട്. അപ്പൊ വരുൺ പറയും, നീയൊക്കെ എന്റെ ശത്രുവാടാ, അവരുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും എന്റെ ശത്രുക്കളാ എന്നും പറഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ വിശ്വന്റെ നേർക്ക് ചാടി വീഴുന്നുണ്ട്. ഗുണ്ടസുനിയാണ് അവസാനം വരുണിനെ പിടിച്ച് മാറ്റുന്നത്. അതേസമയം വരുൺ ഗുണ്ടസുനിക്കും പറഞ്ഞു കൊടുക്കും, ഇവനുണ്ടല്ലോ ഇവനെയും കുളിപ്പിച്ച് കിടത്തണം. എന്നിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് പറയാണ് വിശ്വന്റെ മുഖത്ത് നോക്കി, ഇന്ന് നിന്റെ കൺമണി ഉണ്ടല്ലോ, അവൾ ഈ സംസ്ഥാനം തന്നെ വിടും, അവനെ പൊക്കാനാ ഞാൻ നിൽക്കുന്നത്. ദേ കണ്ടല്ലോ, ഇതൊക്കെ എന്റെ ഗുണ്ടകളാ. വിശ്വൻ അതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോഴേ എന്റെ കൺമണി മോൾക്ക് ഒരാപത്തും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അപ്പോഴേക്കും വരുണിന് വീണ്ടും ആലിളകുന്നുണ്ട്. എന്നാ പിന്നെ ഞാൻ നിന്നെ കൊല്ലുവിടാന്ന് പറഞ്ഞ് വീണ്ടും കച്ചറ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ വിശ്വേട്ടനും ഇത്തവണ യാതൊരു കൂസലും ഇല്ലാതെ വരുണിനെ തറ പറ്റിക്കുന്നുണ്ട്. വരുണിന്റെ കഴുത്തിൽ പ്രസ് ചെയ്ത് വരുണിന് ശ്വാസം പോലും വിടാൻ പറ്റാത്ത രീതിയിൽ വേദനിപ്പിച്ച് നിർത്തുന്നുണ്ട്. നിന്നെയും ഇവരെയൊക്കെ ഞാൻ പോലീസിനെ ഏൽപ്പിക്കാന്നും കൂടെ വിശ്വം പറയുമ്പോഴേക്കും ഗുണ്ടസുനി ഇതിനിടയിൽ വന്നിട്ട് ഒരു വടി എടുത്തുകൊണ്ട് വിശ്വന്റെ തലയ്ക്ക് നോക്കി ഒരു അടി കൊടുത്ത് അയാളെ താഴേക്ക് ഇടുന്നുണ്ട്. തലയ്ക്കടിയേറ്റത് കൊണ്ട് തന്നെ വിശ്വൻ ബോധം കെടും. ഗുണ്ടസുനിക്കാണെങ്കിൽ വരുണിനോട് ദേഷ്യമാവുന്നുണ്ട്. നിങ്ങളുടെ തലയ്ക്ക് എന്താ വല്ല ഭ്രാന്തം ഉണ്ടോ? താൻ എന്തിനാ നമ്മുടെ പ്ലാനൊക്കെ ഇയാളോട് പറഞ്ഞത്? അത് ഞാനൊരു ആവേശത്തിന് പറഞ്ഞു പോയതാ. എന്തായാലും ഇയാൾ പോലീസിൽ പറഞ്ഞ അപകടമാ, അതുകൊണ്ട് ഞാൻ ഇയാളെ അങ്ങ് തട്ടി കളഞ്ഞേക്കട്ടെ എന്ന് ഗുണ്ടസുനി വരുണിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വരുൺ പറയും, അയ്യോ അതൊന്നും വേണ്ട, ഞാനൊരു ഐഡിയ പറയാം. കൺമണിയും പൊക്കി ഞാൻ സ്ഥലം വിടുന്നവരെ ഇയാളെ നമ്മുടെ കസ്റ്റഡിയിൽ എടുത്താൽ പോരെ, വണ്ടിയിൽ കിടക്കട്ടെ. ഗുണ്ടസുനി അതിന് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അതിന് വേറെ പണം തരേണ്ടി വരുമെന്ന് പറയുമ്പോൾ, ആവശ്യത്തിനുള്ള പണം തരാമെന്ന് പറഞ്ഞല്ലോ, ഞാനേ ഒരു വലിയ പണക്കാരനാ, എനിക്ക് കൺമണിയെ കിട്ടണം, കൃഷ്ണയെ തീർക്കണം, അതിനി എത്ര പൈസ വേണമെങ്കിലും ഞാൻ ഇറക്കാം. അങ്ങനെ പറയുന്നുണ്ട് തിരിച്ചു വരുൺ. എന്തായാലും സുനി അത് സമ്മതിച്ച് കൂടെയുള്ള ഗുണ്ടകളോട് പറഞ്ഞ് വിശ്വനെ വണ്ടിക്കകത്തേക്ക് കിടത്തുന്നുണ്ട്. കൃഷ്ണനെ തകർത്തിട്ട് കൺമണിയും കൊണ്ടുവന്ന് സംസ്ഥാനം വിടുവല്ലോ എന്നുള്ള സന്തോഷത്തിൽ നിൽക്കുകയാണ് നമ്മുടെ വരുണും. അതിനുശേഷം കാണിക്കുന്നത് എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് തന്നെ നടന്നു എന്ന് പറഞ്ഞ് ബലരാമൻ ആ സന്തോഷ വാർത്ത ഭാഗ്യശ്രീ വന്ന് അറിയിക്കുന്നതാണ്. അതറിയുന്നതും ഭാഗ്യശ്രീക്കും ഒരുപാട് സന്തോഷമാകും. അക്കൂട്ടത്തിൽ കൃഷ്ണൻ കൃപയും ഹാപ്പി ആയിരുന്നില്ലേ എന്നും ഭാഗ്യശ്രീ ചോദിക്കുമ്പോൾ ബലരാമൻ നിരാശയോടെ അവതരിപ്പിക്കുന്നുണ്ട്. കൃഷ്ണൻ കൃപയും അകന്ന് തന്നെ നിൽക്കുകയാണെന്നും ഞാൻ അവർക്കൊരു ബുദ്ധിമുട്ട് പോലെയാണ്. ആ ആന്റിയമ്മയ്ക്കുണ്ട് ചെറിയ ദേഷ്യം. ശേഷം ഭാഗ്യശ്രീ ചോദിക്കുന്നുണ്ട്, കൃഷ്ണൻ കൃപയായിട്ട് വേറെ തർക്കങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ എന്ന്. ഏയ് അങ്ങനെയൊന്നും ഉണ്ടായില്ല, പക്ഷേ അവരുടെ അകൽച്ച അത് പ്രകടമാണ്. ബലരാമനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഭാഗ്യശ്രീ. അതൊക്കെ സ്വാഭാവികമല്ലേ, പുതിയൊരാള്
അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും മകനായിട്ട് എത്തുന്നു. അതും അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരാൾ. സ്വാഭാവികമായും ഒരു വിഷമം അവർക്കുണ്ടാവും. ഏട്ടൻ നോക്കിക്കോ, അവരും വൈകാതെ തന്നെ ഏട്ടനെ മനസ്സിലാക്കും. അതിനുള്ള അവസരം ദൈവമായിട്ട് തന്നെ നമുക്ക് തരും. തുടർന്ന് എല്ലാവരും പറയുന്നുണ്ട്, എന്തായാലും എന്നെ എൻ്റെ അമ്മ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അച്ഛനും അതുപോലെ നല്ല ഫീലിലായിരുന്നു. ഇനി എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ദേഹത്ത് അല്ല, അവരുടെ ആരുടെയും ദേഹത്ത് ഒരു പൊടി മണ്ണ് പോലും വീഴാതെ ഞാൻ നോക്കിക്കോളാം. അപ്പോഴാണ് ഭാഗ്യശ്രീ ബലരാമനെ ആ ഒരു സാഡ് ന്യൂസ് അറിയിക്കുന്നത്. ബാലഗോപാലും സുമിത്രയ്ക്കും ഉടനെ തന്നെ ജാമ്യം കിട്ടുമെന്നുള്ള വാർത്ത. ബലരാമനാണെങ്കിൽ അവരോടുള്ള ദേഷ്യത്തില് കിട്ടട്ടെ, ഇനി പ്രതികാരം ചെയ്യാൻ ഇങ്ങ് വരട്ടെ, അവരെ വെറുതെ വിടില്ല ഞാൻ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നീട് സുജിയാണെങ്കിലും വളരെ ഹാപ്പി ആയിക്കൊണ്ട് തന്നെ സാഗറിനോട് സംസാരിക്കുകയാണ്. ഇപ്പം മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷവും ആശ്വാസമൊക്കെ തോന്നുകയാണ് സാഗർ. വെളിച്ചത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു ഫീല്, സങ്കടവും പേടിയും ഒക്കെ ഒറ്റയടിക്ക് അങ്ങ് മാറി. അപ്പൊ സാഗർ പറയുന്നത്, ഇപ്പൊ 2 ആൺമക്കളായി, എന്തിനും പോന്ന 2 ആൺമക്കൾ, രണ്ടുപേരും നമുക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ നിൽക്കുന്നവർ. ഇതിനെയല്ലേ ജീവിത വിജയം എന്നൊക്കെ പറയുന്നത്. അതേസമയം സുജിയാണെങ്കിൽ ബലരാമനെ ഇന്നിവിടെ നിർത്താൻ പറ്റാത്തതിന്റെ വിഷമം പ്രകടിപ്പിക്കുന്നുണ്ട് സാഗറിന്റെ മുന്നിൽ. അപ്പൊ സാഗർ സുജിയെ ആശ്വസിപ്പിച്ചോട് പറയും, എന്തായാലും ഇത് അവന്റെ വീട് തന്നെയാണല്ലോ, ഇങ്ങോട്ട് തന്നെ വരേണ്ടതാണല്ലോ എന്നിങ്ങനെ. അവരങ്ങനെ ബലരാമനെ കുറിച്ച് സംസാരിച്ചു നിൽക്കുന്ന സമയത്താണ് കൃഷും കൃപയും കൺമണിയും താഴേക്ക് വരുന്നത്. കൃഷ് ആദ്യം തന്നെ സാഗറിനോട് ചോദിക്കുന്നുണ്ട്, ബലരാമൻ പോയല്ലോ അല്ലേ എന്ന്. പോയെന്ന് പറയുമ്പോ എന്തായാലും ഇത്രയൊക്കെ മതി, കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ, ഇതിലും കൂടുതൽ അടുക്കണ്ട എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് സുജി ചോദിക്കുകയാണ്, എന്താടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? സാഗറാണെങ്കിൽ കൃഷ്ണനോട് കൽപ്പിക്കുന്നുണ്ട്, ഇന്നിനി ഈ വിഷയത്തിൽ ഒരു സംസാരം വേണ്ട, എല്ലാം നന്നായിട്ട് തന്നെയല്ലേ അവസാനിച്ചത്. അപ്പോഴാണ് കൃഷ് താനിപ്പോ ഓഫീസിലേക്ക് പോകാൻ പോവുകയാണെന്നും അർജന്റായി ചെയ്യേണ്ട കുറച്ച് വർക്ക്സ് ഉണ്ട് എന്നും സാഗറിനെ അറിയിക്കുന്നത്. വൈകിട്ട് നീ ഓഫീസിൽ നിന്ന് വരുമ്പോൾ കൺമണി അവളുടെ വീട്ടിലേക്ക് ആക്കണമെന്ന് സാഗർ പറയുന്നത് കേട്ടിട്ട് വിഷമത്തോടെ ശരിയെന്ന് പറയുന്ന കൃഷിനെ കണ്ടിട്ട് കൃപ കളിയാക്കുകയാണ്. പറയുന്ന കേട്ടാ തോന്നും എന്താ വിഷമമുള്ള ജോലിയാണെന്ന്, ഏട്ടന് തീരെ പ്രയാസമാണെന്ന്, അച്ഛൻ പറഞ്ഞതുകൊണ്ട് ചെയ്തേക്കാന്ന്. പിന്നെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിലേ ഉള്ളിൽ തുള്ളി ചാടുക. അതെല്ലാം കേട്ട് കൃഷ്ണന് നാടാവുന്നുണ്ട്. എന്തായാലും ഞാൻ ഓഫീസിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് കൺമണിയും കൂട്ടി അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങുകയാണ് കൃഷ്. സുജാതയാണെങ്കിൽ ഒന്ന് തലയാട്ടുന്ന മാത്രമേ ഉള്ളൂ. അപ്പൊ കൃഷ് പരിഭവത്തോടെ പറയാണ്, എന്താ അമ്മ ഒരു തലയാട്ടൽ മാത്രമേ ഉള്ളല്ലോ, പുതിയ മകൻ വന്നപ്പോ പഴയ മകനോട് സംസാരിക്കാൻ പോലും മടിയായോ? സുജാതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാനൊന്ന് തരും കേട്ടോ എന്ന് പറഞ്ഞ് കൈ പൊക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മറന്നതേ നീയാ. കൺമണിയും കൂടെ നോക്കിക്കൊണ്ടാണ് സുജാത അത് പറയുന്നത്. അതിൽ നിന്ന് കൺമണിക്ക് മനസ്സിലാവുകയാണ് തന്നെയാണ് സുജി ഉദ്ദേശിച്ചതെന്ന്. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന കൃപയാകട്ടെ കൃഷ്ണനോട് വേഗം ഓഫീസിലേക്ക് പോകാൻ പറയുന്നുണ്ട്. കൺമണിയോടും അമ്മയോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടി പറയുമ്പോൾ കൺമണി സുജാതയുടെ അരികിൽ ചെന്ന് അറിയാതെ അമ്മയെന്ന് വിളിച്ചു പോവുകയാണ് സുജാതയെ. പക്ഷെ പിന്നെ അത് മാഡമെന്നാക്കും. അപ്പോൾ കൃപ അത് കണ്ടിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞത് മറന്നുപോയോ, അമ്മയ്ക്ക് മാഡത്തിൽ നിന്ന് പ്രൊമോഷൻ കിട്ടിയെന്ന് എന്നിങ്ങനെ ചോദിക്കുകയാണ്. കൺമണി ഏതായാലും സുജിയോട് ഞാൻ പോയിട്ട് വരാം അമ്മേ എന്ന് പറഞ്ഞ് യാത്ര ചോദിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് വരുന്ന ആന്റിയമ്മയാണെങ്കിൽ ദേഷ്യത്തോടെ, നീ പോയാ മതി, വരണമെന്നില്ല. എന്തായാലും കൃപ നല്ലത് തിരിച്ചു പറയുന്നുണ്ട്. അത് ആന്റിയമ്മയല്ല പറയേണ്ടത്, പോണോ വരണോ എന്നൊക്കെ ഉള്ളതേ എൻ്റെ ഏട്ടനും ഏട്ടത്തിയമ്മയും കൂടെ ആലോചിക്കും. കൺമണിയെ ഏട്ടത്തിയമ്മ എന്ന് കൃപ എങ്ങനെ വിളിക്കുന്നത് കേട്ടിട്ട് ആന്റിയമ്മ പിന്നെ അതിനെയും കുറ്റം പറയുകയാണ്. ആരാടി നിന്റെ ഏട്ടത്തിയമ്മ? ദേ നിൽക്കുന്നു കൺമണിയെ ചൂണ്ടിക്കാണിച്ച് കൃപ പറഞ്ഞപ്പോ, ഇതേ അലിഗയിലെ വേറെ ഒരു സ്റ്റാഫ് കൺമണി എന്ന് പറഞ്ഞ് കൺമണി അപമാനിക്കാൻ നിൽക്കുകയാണ് നമ്മുടെ ആന്റിയമ്മ. സാഗറാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ചേച്ചിയമ്മേ ഒന്ന് നിർത്താമോ? ഇത് നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യമോ? എന്തായാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞേക്കാം, കൺമണി ഇനി മുതൽ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. സാഗറിന്റെ ആ പ്രഖ്യാപനം കേട്ട് കൃഷിനും കൺമണിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് തോന്നുന്നത്. ആന്റിയമ്മയാണെങ്കിൽ മുഖം വെറുപ്പിച്ച് നിൽക്കുന്നു. ചമ്മി നിൽക്കുന്ന ആന്റിയമ്മയെ കണ്ടിട്ട് കൃപയ്ക്കാണെങ്കിൽ ചിരി വരുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ദിവസമാണെന്ന് പുതുതായി 2 പേരിന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പഴയ കാര്യങ്ങളൊക്കെ നമുക്കിനി മറന്നേ പറ്റൂ. ഈ മോളെ ഇനി നമ്മുടെയൊക്കെ പൊന്നു മോള, പേര് പോലെ തന്നെ നമ്മുടെയൊക്കെ കൺമണിയാണ് ഇനി മുതൽ. സാഗറിന്റെ വാക്കുകൾ കേട്ട് കൃപ കൺമണിയല്ല കൃഷ്ണമണി, കൃഷ്ണൻ കൺമണിയാണെങ്കിലും പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ തുടർന്ന് സാഗർ, എന്തായാലും ഒരു കാര്യം പറഞ്ഞേക്കാം, നാളെ ഉണ്ടല്ലോ നമ്മുടെ കൺമണിയുടെ വീട്ടിലേക്ക് കുടുംബസമേതം പോകുന്നു കൃഷിന് വേണ്ടി കൺമണിയെ ചോദിക്കാൻ. അത് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ഇവരുടെ വിവാഹം നമ്മൾ ഗംഭീരമായിട്ട് നടത്തുന്നു. അത്രയും കേൾക്കുന്നതും കൃഷിനും കൺമണിക്കും പിന്നെ സന്തോഷത്തിന് അതിരില്ലാതെ നിൽക്കുകയാണ്. കൃപയാണെങ്കിലും ആഹ്ലാദം കൊണ്ട് കൈയടിച്ച് വിസിൽ വരെ മുഴക്കുന്നു. ഇതെല്ലാം കേട്ട് ദേഷ്യം കടിച്ചമർത്തി നിൽക്കുകയാണ് ആന്റിയമ്മ. അവസാനം നിങ്ങളൊക്കെ എന്തു വേണമെങ്കിലും ചെയ്തോ, എന്തു വേണമെങ്കിലും ആയിക്കോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ആന്റിയമ്മയുടെ ഈ മനോഭാവം കണ്ടിട്ട് സാഗർ പിന്നെ കൺമണിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചേച്ചിയമ്മയുടെ രീതികളൊക്കെ പെട്ടെന്നൊന്നും മാറില്ല, പതിയെ മാറുകയുള്ളൂ, അതൊന്നും കാര്യമാക്കണ്ടെന്ന്. അങ്ങനെ എല്ലാത്തിനൊടുവിൽ കൃഷ്ണൻ കൺമണിയും സന്തോഷമായിട്ട് തന്നെ ഓഫീസിലേക്ക് പോകുന്നു. സുജിയുടെ മുഖത്ത് സന്തോഷമൊന്നുമില്ല. അവരെന്തൊക്കെയോ ആലോചിച്ച വിഷമത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് മാനസ ബല്ലാമിനെ വിളിക്കുമ്പോൾ അച്ഛനെ അമ്മയൊക്കെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കണ്ടെന്നും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടെന്നും ബല്ലാമൻ പറയുന്നത് കേട്ടിട്ട് മാനസ ബല്ലാമിന് മുമ്പിൽ പിണക്കം അഭിനയിക്കുകയാണ്.
വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ കരുതി അച്ഛനെയും അമ്മയും കണ്ടിട്ട് വീട്ടിലെത്തിയ ഉടനെ തന്നെ എന്നെ വിളിച്ച് കാര്യം പറയുമെന്ന്. ഓരോ ബെല്ല് കേൾക്കുമ്പോഴും ഞാൻ കരുതും ബല്ലാമൻ സാറ് വിളിക്കുകയാണോന്ന്. എന്നെ മറന്നു, എനിക്കറിയാം. അപ്പൊ ബല്ലാമൻ ചോദിക്കുകയാണ്, ഞാൻ തന്നെ മറക്കാനോ? ഒരിക്കലുമില്ല. ഞാൻ വിളിക്കാതിരുന്നത് അത്യാവശ്യം ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. അത് ചെയ്തു തീർത്തിട്ട് വിളിക്കാമെന്ന് കരുതി. എന്നാലല്ലേ സമാധാനമായിട്ട് കുറേയധികം നേരം ഒരു തടസ്സവും ഇല്ലാതെ സംസാരിക്കാൻ പറ്റൂ. മാനസ പിന്നെ തന്നെ പിണക്കം മാറ്റുന്നുണ്ട്. ബല്ലാമൻ പിന്നീട് സാഗറിനെയും സുജാതയും കാണാൻ പോയപ്പോഴുള്ള സംഭവങ്ങളെല്ലാം മാനസിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൃഷ്ണൻ കൃപയും അകൽച്ച കാണിച്ചു എന്ന് ബല്ലാമൻ പറയുന്നതിന് മുമ്പ് തന്നെ മാനസ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും എന്നുള്ള രീതിയിൽ ബല്ലാമനോട് പറയുമ്പോൾ ബല്ലാമൻ അത് കേട്ട് അത്ഭുതമാവുകയാണ്. മാനസ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു എന്നോർത്തിട്ട്. അതിശയമായിരിക്കുന്നല്ലോ എന്ന് വരെ പറയുന്നുണ്ട് ബല്ലാമൻ മാനസയോട്.